വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി പുഡിംഗ് റെസിപ്പിയാണ്. നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു വെജിറ്റബിൾ ഐറ്റം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ചൊരക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു വെജിറ്റബിളാണ് ഈ ചൊരക്ക കറി വെച്ചാൽ പോലും. അപ്പോൾ അതിനെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഐറ്റാക്കി മാറ്റിയെടുക്കണത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിതിൻ്റെ ആ ഒരു ഗ്രീൻ പാർട്ടിലുള്ള തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് സീഡൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. വളരെ നൈസായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു വലിയ സൈസിലുള്ള ബോട്ടിൽ ഗാർഡ് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം 2 ഐറ്റംസ് ഞാനിന്ന് കാണിക്കുന്നുണ്ട്, ഖീറും അതുപോലെ തന്നെ പുഡിങ്ങും. അപ്പോൾ ആദ്യം തന്നെ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൊരക്ക നമുക്കൊന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് ഹൽവൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ പോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് ഞാൻ 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ്. കാരണം പുഡിങ്ങിനും അതുപോലെ തന്നെ ഖീറിനും വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു ഹാഫ് പോർഷൻ മാത്രമാണ് നമ്മളിപ്പോൾ പുഡിങ് തയ്യാറാക്കി എടുക്കാനായിട്ട് എടുക്കുന്നത്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ആ ഒരു കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൊരക്കയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ ഞാൻ നോർമൽ മിൽക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്, ഫുൾ ഫാറ്റാണ് എടുത്തിട്ടുള്ളത്. ചൊരക്കയുടെ അളവൊക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവൊക്കെ കൂട്ടണം. പിന്നെ ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൊരക്ക ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രീനിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രീൻ കളർ യൂസ് ചെയ്യുന്നു. ഞാനൊരു 1 ടീസ്പൂൺ അളവിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് കളറിൽ പുഡിങ്ങൊക്കെ മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾക്ക് അടിച്ചെടുക്കണം. ആ അടിച്ചെടുത്ത പേസ്റ്റ് ഞാനിവിടെ ആ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 5 ഗ്രാം ചൈനാഗ്രാസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചൈനാഗ്രാസ് നമുക്ക് ഇതിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ പാലും എല്ലാം നമുക്ക് നല്ലപോലെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ 5 ഗ്രാമിന് 25 ഗ്രാമിൻ്റെ പാക്കാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 5 ഗ്രാമായിട്ട് കിട്ടും. അത് നമ്മൾക്കിതാ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ കുക്കാക്കിയിട്ട് എടുക്കാം. നല്ലപോലെ തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് കുറച്ച് ഇടയിലൊക്കെ നമുക്ക് ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ റോ ആയിട്ടുള്ള കുറച്ച് ചൊരക്കയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്താൽ മതി, താല്പര്യമുള്ളവർക്ക് കേട്ടോ. പുഡിങ്ങിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കടിക്കാൻ താല്പര്യമുള്ളവർക്ക്. അപ്പോൾ ഇത് വളരെ നൈസായിട്ട് കട്ട് ചെയ്ത കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പുഡിംഗ് മിക്സ്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു വയ്ക്കാം. ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ചൈനാഗ്രാസ് ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഒരു 2 hours വെച്ചിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഡെക്കറേഷനായിട്ട് നട്ട്സ് ഒന്നും ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു 1 hour ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് സെറ്റായിട്ടുണ്ടാവും ഇതുപോലെ. ചോപ്പ്ഡ് പിസ്താഷ്യോ വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഗ്രേറ്റഡ് ചൊരക്കയും വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലപോലെ സെറ്റാക്കി എടുക്കുക. അപ്പോൾ അതിന് ശേഷം കട്ട് ചെയ്ത് കാണിക്കുന്നതാണിത്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ആർക്കും മനസ്സിലാവില്ല ഇത് ചൊരക്ക വെച്ച് ചെയ്തതാണ് എന്നിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഗീർ എങ്ങനെയാണ് ഈ ഒരു ഐറ്റംസ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഗീർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് അളവിൽ ഫുൾ ഫാറ്റ് മിൽക്കും അതുപോലെ 1 കപ്പ് അളവിൽ വെള്ളവും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചവ്വരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ സൈസുള്ള ചവ്വരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ വലുതെടുക്കുക, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചവ്വരി അല്ലെങ്കിൽ സാബൂനരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ചെറുതാകുമ്പോൾ നമുക്കിതുപോലെ പായസം പോലൊക്കെ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ചെറുതാകുമ്പോൾ നമുക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറുതെടുത്തിട്ടുള്ളത്. 3-4 ടേബിൾ സ്പൂൺ വരെ ആവാം ഈ ഒരു 2 കപ്പ് പാലിലേക്ക്. ഇതിലും ഞാനൊരു ഫുഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രീൻ ഫുഡ് കളർ. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചവ്വരി നല്ലപോലെ ഒന്ന് കുക്കാക്കി എടുക്കണം. ചെറിയ ചവ്വരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുക്കായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ വലിയ ചവ്വരിയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും യൂസ് ചെയ്യുക. കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ ഷുഗർ യൂസ് ചെയ്യുക. പക്ഷേ ടേസ്റ്റ് കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കുമ്പോഴാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുക്കാക്കിയിട്ടെടുക്കുക. അപ്പോൾ ചവ്വരി ഉള്ള കാരണം കൊണ്ട് തന്നെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്കായി വരുമ്പോൾ തന്നെ ഇത് കുറുകി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ വല്ലാതെ ടൈറ്റ് ആക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടാറുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഹാഫ് പോർഷൻ ചൊരക്ക പഞ്ചസാരയിൽ വിളയിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഖീറാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല പായസം പോലെ ലൂസായിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടി എടുത്താൽ മതിയിട്ടാണ്. ഞാനിപ്പോൾ ചെറിയൊരു തിക്നെസ്സിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. ആർക്കും മനസ്സിലാവില്ല ഇത് ചുരക്ക വെച്ചിട്ടുണ്ടാക്കിയതാണെന്ന്. അപ്പോൾ എന്തായാലും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസെൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വല്ലാതെ തിക്കായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യരുത് കേട്ടോ, കാരണം ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല കട്ടിയായിട്ട് വരും. ായിട്ട് ഇതിലേക്ക് കുറച്ച് ചോപ്പ്ഡ് ആൽമണ്ട്സും അതുപോലെ തന്നെ പിസ്തയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി വയ്ക്കുക. തണുപ്പിച്ചിട്ട് കഴിക്കുക. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ 2 റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസ് ആണ്. ആർക്കും മനസ്സിലാവില്ല ഇത് ചുരക്ക വെച്ചിട്ട് ചെയ്തിട്ടുള്ള പുഡിംഗ് ആണെന്നും ഖീറാണെന്നും. കാണാനും നല്ല ഭംഗിയാണ്. അവനവൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത് കേട്ടോ. ഞാൻ എല്ലാ മെഷർമെൻറ്റ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്